നമസ്കാരം. എട്ടാം തീയതി, അതായത് 20 മെയ് 8-ാം തീയതി കല്യാണമായിരുന്നു. ആ കല്യാണം എല്ലായിടത്തും പോയി ക്ഷണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തത്. അതങ്ങനെ പോയി. അപ്പൊ അതില് കുറെ പൈസ നഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ജനുവരി 23-ന് ഇവൻ പിന്നെ ഞങ്ങളിത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു അന്വേഷിച്ചോളൂ, കിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞങ്ങള് പാലക്കാട് പോയി ഒരു പെൺകുട്ടിയെ കണ്ടു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് കല്യാണം നിശ്ചയിച്ചു. 8 മാസം 9 മാസം ആ കുട്ടിക്ക് ഇട കൊടുത്തു. അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 9 മാസത്തോളം ആ കുട്ടിക്ക് അവർക്ക് ഇട കൊടുത്തിട്ട് ഇപ്പൊ ഈ ജനുവരി 23-നാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ആ കുട്ടീനെ. കല്യാണം നടന്നു സാറേ. ഞാൻ എന്റെ വിഷമം പറയാ. കല്യാണം കഴിഞ്ഞു. അപ്പൊ ആ കുട്ടി ഇവര് മോളും അവരൊക്കെ വീഡിയോ കോളിലും അവിടെ ഇവിടെ എങ്ങനെ സംസാരിക്കാറുണ്ട്, എല്ലാം സംസാരിക്കാറുണ്ട്. എന്നിട്ട് കല്യാണം കഴിഞ്ഞു കുട്ടി ഇവിടെ വന്നപ്പോ വന്നു 4 ദിവസം ഇവിടെ ഇരുന്നു. ഈ 4 ദിവസം മോനെ ടച്ച് ചെയ്യാനും ആ കുട്ടി സമ്മതിച്ചിറങ്ങി. ആ കുട്ടിക്ക് ഒരു ആണായിട്ട് സമ്പർക്കം പാടില്ലാണ്, ചെയ്യില്ലാണ്. അതങ്ങനെ. അത് കഴിഞ്ഞ് 4-ാം ദിവസം ആ കുട്ടീനെ കൂട്ടി
പോകുന്ന മാതിരി കാര്യങ്ങൾ പോകും. അതാണ് ഇഷ്യൂ. അപ്പൊ തടസ്സം വരുമ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണം. മനസ്സിലായോ? അതൊരു ടൈമിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട. ആരോഗ്യ കാര്യങ്ങൾ കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളോട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കും. വരുമാനമൊക്കെ ഉണ്ടാവും. കുറച്ച് എന്ന് വെച്ചാൽ എല്ലാം പൂർണ്ണമായി ഭയങ്കര നല്ലതെന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടി മാത്രം കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. തൊഴിൽ മാർഗം അടഞ്ഞു നിൽക്കുക. അത് തന്നെ. കുറച്ച് തടസ്സപ്പെട്ട് വരും. മനസ്സുകൊണ്ട് പതറല്ലേ, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കണ്ടകശനി സമയത്ത് ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാഗ്യ തടസ്സം. ഭാഗ്യം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തടസ്സപ്പെട്ടിട്ട് നടക്കും. അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞ് നമ്മൾ പ്രവർത്തനം നിർത്തരുത്. വീണ്ടും വീണ്ടും പ്രവർത്തിക്കണം. കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. ഓക്കെ? പേരുദോഷമൊന്നും കേൾക്കത്തില്ലല്ലോ. എന്തിനാണ് പേരുദോഷം? ഓക്കെ ചേട്ടാ, അവിട്ട നക്ഷത്രം. അതെ. ചൊവ്വാഴ്ച ദിവസം. തുല 22-ാം തീയതി. അതെ ചേട്ടാ, അവിട്ട നക്ഷത്രം മകരക്കൂറാണ്. മോൻ ആയിരുന്നു, ആണ്. ഏഴരശനിയിലെ ജന്മശനി കാലമായിരുന്നു. ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് മോശം പീരീഡ് ആയിരുന്നു ചേട്ടാ. ഇപ്പൊ മാറ്റമൊക്കെ ഉണ്ട്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. കല്യാണം നടക്കണ്ടേ? ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട്. അതിന്റെ ഉയർച്ചയൊക്കെ ഉണ്ടാവുമെന്നറിയണം. ഉണ്ടാവും ചേട്ടാ. വളരെ മോശമായിട്ടുള്ള പീരീഡ് ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന പീരീഡ് ആയിരുന്നു. അതൊക്കെ ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ട്. കല്യാണം നടന്നിട്ടില്ല. അതാ, കല്യാണത്തിന്റെ കാര്യത്തിലേക്കും വരികയാണ്. ഞാനത് ഇടയ്ക്ക് പറഞ്ഞു ചേട്ടാ, അന്നേരം ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോ നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങൾ കൂടെ നോക്കണം. അവിടെ പിടിച്ചു നിൽക്കാൻ പറയണം. ഇവന് ഓക്കെ, ശരി. ഹലോ, കൊറേ ആയി ഇങ്ങളെ നോക്കുന്നു. എന്നിട്ട് ഞാന് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ്. ചോദിച്ചോളൂ. ജനറൽ നോളജ് ആണെന്ന് ചോദിക്കരുത്. ഞാൻ അതിൽ വളരെ പിന്നോട്ടാണ്. അതെ, ജനറൽ നോളജ് ഒന്നല്ല. പിന്നെ എന്റെ മോനെ നക്ഷത്രത്തിന് എനിക്കൊരു സംശയം. ഡേറ്റ് കൊടുത്തു പറ. അപ്പൊ 99-ലുള്ളതാണ്. ജനുവരി 19. സമയം പുലർച്ചെ 1:04. എവിടാ ജനിച്ചേ? മാനന്തവാടി ആസ്പത്രിയില്. തിരുവോണമാണല്ലോ. തിരുവോണം തന്നെ. അതാണ് അവിട്ടാണോ തിരുവോണാണോ എന്നൊരു സംശയം. എന്താണെന്നറിയാൻ തോന്നുന്നത്, ഈ ജനുവരി 19-ാം തീയതി 4 മണി വെളുപ്പിനെ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എടുക്കുന്നത് 4 മണിയല്ല, 1:04. 1:04 വെളുപ്പിനെ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എടുക്കുന്നത് ചിലപ്പം 20-ാം തീയതി വെളുപ്പിനെ ആയിരിക്കും. ഇത് ശരിക്കും നേരം വെളുത്ത് വരുന്നത് ചൊവ്വാഴ്ച ദിവസമല്ലേ? നേരം വെളുത്ത് വരുന്നത് മകരം 5 അല്ലേ? ശരി, ഒന്നുമല്ല. നേരം വെളുത്ത് വരുന്നത് ജനുവരി 19 അല്ലേ? നേരം വെളുത്ത് വരുന്നതല്ലേ ജനുവരി 19? അത് ജനുവരി 19-ാം തീയതി രാത്രിയിലാണോ? അല്ല, 18-ന്റെ അന്ന് രാത്രി. രാത്രി. പിന്നെ 1:04-നാണ്. അപ്പൊ ഉറപ്പിച്ചോളൂ, തിരുവോണം തന്നെയാണ് നക്ഷത്രം. പക്ഷെ നമ്മള് പലപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ അവരുടെ യുക്തിക്കനുസരിച്ച് ചിലപ്പോൾ ഇത് 19-ാം തീയതി രാത്രി എടുത്തു കളയും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയണം, നേരം വെളുത്ത് വരുന്നത് 19-ആണ്. 18-ാം തീയതി രാത്രി നേരം വെളുത്ത് വരുന്നത് 19. ശരിക്കും അങ്ങനൊന്നും വിവരിക്കേണ്ട കാര്യമുള്ളതല്ല. 19-ാം തീയതി 1:04 AM എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരം വെളുത്ത് വരുന്നത് 19 തന്നെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യാനാ ഇങ്ങനെ രാത്രി? ആരാണ് ഇപ്പൊ അവിട്ടം എന്ന് പറഞ്ഞേ?